ഇതുപോലെ സ്ട്രീറ്റുകളിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്ന ദിവസമാണ് ഇന്ന് കടന്നു പോയത്. വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു നിന്ന് പോയത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കടകളിലാണല്ലോ ഇതുപോലത്തെ ഓവണുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിസ്സ ഉണ്ടാക്കാറ്. ഈ ഒരു വണ്ടിയിൽ ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്തത് എന്നെ വല്ലാതെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തി. ഇതൊരു സൂപ്പർറൈസ് എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. അതിൽ ഇങ്ങനെ ഒരു സിമൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഓവൺ കാണാൻ സാധിച്ച്. ഈ ഒരു ഓവണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞാൻ അതിൻ്റെ മുന്നിലേക്ക് ചെന്നതും അതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞതും. അതിലൊരു സൈഡിലായിട്ട് ഇങ്ങനെ കണൽ അല്ലെങ്കിൽ മരക്കരി ഇട്ടുകൊണ്ട് കത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് ഇവരിങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് നോക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഈ പുറത്തെല്ലാം തന്നെ ടൈലുകളാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഈ അടുപ്പിൻ്റെ മേൽഭാഗത്തൊക്കെ ആയിട്ട് പുക പോകാനായിട്ടുള്ള ഒരു കോയിൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലൊരു വടിയെടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആ ഒരു കണലും പൊടിയും എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് ആക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവിടെയുള്ള പൊടികളെല്ലാം തന്നെ ഉള്ളിലേക്ക് ഒഴിവാക്കുന്ന ഒരു കാഴ്ച. അതായത് ഇനി പിസ്സ ആ ഒരു നിലത്തേക്കാണല്ലോ വെക്കുന്നത്, അതായത് ആ ഒരു ചൂടുള്ള ഒരു പ്രതലത്തിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ കണ്ടത്. മുന്നിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ട്രീറ്റുകളെല്ലാം തന്നെ ഈ ഒരു നേരങ്ങളിൽ സജീവമാണ്. അതായത് കൃഷിയിടങ്ങളിൽ നിന്നും വരുന്ന ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഈ ഒരു ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൗണിലേക്ക് വരുന്നത്. ആ സമയത്താണ് ഇവിടെ കച്ചവടം പൊടിപൊടിക്കുക. അതായത് ഒരു 4 മണി കഴിഞ്ഞിട്ട് 10 മണി വരെയുള്ള കച്ചവടം. അങ്ങനെ നമ്മൾ ഓർഡറാക്കിയ ഒരു വെജിറ്റബിൾ പിസ്സ നമുക്ക് തരുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. മനോഹരമായിട്ട് ഒരു വളഞ്ഞിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് അതിങ്ങനെ 4 പീസാക്കി കട്ട് ചെയ്ത് തന്നെ. ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അതായത് തകിടുകൾ കൊണ്ട് ഇങ്ങനെ ചതുരത്തിൽ ആ ഒരു ചട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അടിയിൽ നിന്നും തീ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് സാധാ അടുപ്പിൽ ആണ് ആ ഒരു സിസ്റ്റം ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ആ ഒരു പള്ളിയുടെ പ്രത്യേകത അപ്പുറവും ഇപ്പുറവുമായിട്ട് മൊത്തത്തിൽ ഒരു റോഡിനെ നടുക്കായിട്ടാണ് ഒരു പള്ളി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫുഡ് ട്രക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഷവായ പോലത്തെ അല്ലെങ്കിൽ കബാബ് പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ദോശയുടെ ഒരു വെറൈറ്റി വൈവിധ്യം വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു പള്ളി ഇതാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അപ്പുറവും ഇപ്പുറവും ബാക്കിലുമായിട്ട് റോഡാണ്. ഈ കാണുന്ന സെൻട്രൽ ഏരിയയിലാണ് ഈ ഒരു പള്ളിയുടെ ഒരു രൂപകൽപ്പന. മനോഹരമായിട്ട് നീണ്ടിങ്ങനെ കിടക്കുന്ന ഒരു പള്ളിയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഓരോ ഡെക്കറേഷൻസ് കാര്യങ്ങൾ ടൗണിൻ്റെ രസകരമായ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.